ഉത്തർപ്രദേശിലേക്കാണ്. ഇനി ബൽറാം നെടുങ്ങാടിയിലേക്ക്. ബൽറാം, ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ BJPക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇക്കുറി ആ നേട്ടത്തിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും കാര്യമായ മേൽക്കൈ BJPക്ക് തന്നെ, NDAക്ക് തന്നെ എന്ന തരത്തിലേക്കാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുന്നത്. നമ്മൾ ഇവിടുത്തെ സഖ്യമൊക്കെ പരിശോധിക്കുമ്പോൾ അതിൽ SP കോൺഗ്രസ് സഖ്യമൊക്കെ വളരെ ശക്തമാണ്. കുറെ കൂടി പ്രതീക്ഷയുണ്ടായിരുന്നു ഇന്ത്യ ബ്ലോക്കിന്. പക്ഷേ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താകുമെന്ന തരത്തിലേക്ക് എക്സിറ്റ് പോൾ ഫലങ്ങൾ വരുമ്പോൾ അവിടെ നിന്ന് വരുന്ന പ്രതികരണങ്ങൾ എങ്ങനെയാണ്? അനുജ, ലോക്സഭയിലെ ആകെ സീറ്റുകളുടെ 14%-ലേറെ, അതായത് 80 സീറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുകൊണ്ട് തന്നെ ആര് രാജ്യം ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഉത്തർപ്രദേശിലെ ജനങ്ങളുടെ തീരുമാനം നിർണായകമാണ്. ഇത്തവണ അയോധ്യ രാമക്ഷേത്രം യാഥാർത്ഥ്യമായതിന് പിന്നാലെ തന്നെ BJP വലിയ പ്രതീക്ഷകൾ ഉത്തർപ്രദേശിൽ വെച്ചിട്ടുണ്ട്. 80-ൽ 80-ഉം ഇത്തവണ നേടിയെടുക്കാൻ ആകും എന്നാണ്. 2014-ൽ ലഭിച്ചതിനേക്കാൾ മികച്ച വിജയം ഇത്തവണ ലഭിക്കുമെന്ന് കണക്കുകൂട്ടിയിരുന്നു. കൂടാതെ അവിടെയുണ്ടായിരുന്ന പാളിച്ചകൾ അത് മനസ്സിലാക്കിയുള്ള ചുവടുവെപ്പുകളാണ് ഓരോ ഘട്ടത്തിലും നടത്തിയത്. ഉത്തർപ്രദേശിൽ കർഷക രോഷം, പ്രത്യേകിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ ജാട്ട് വോട്ടുകൾ പാർട്ടിയിൽ നിന്നും അകന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ട് RLDയെ സഖ്യത്തിലേക്ക് കൊണ്ടുവന്നു. കൂടാതെ പല പ്രഖ്യാപനങ്ങൾ, പ്രകടന പത്രികയിലെ പല പ്രഖ്യാപനങ്ങളും ഉത്തർപ്രദേശിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതായിരുന്നു. ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അത് ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് BJP കണക്കാക്കുന്നത്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തുകയോ തോൽക്കുകയോ ചെയ്ത മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ഇത്തവണ ആദ്യം പ്രഖ്യാപിക്കുകയും പ്രചരണം തുടക്കം മുതൽ ആരംഭിക്കുകയും ചെയ്തത്. ഇത്തരത്തിലെല്ലാം ഗൃഹപാഠം BJP ചെയ്തിരുന്നു. അത് ഫലം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നത്. ഈ പുറത്തു വന്ന എല്ലാ സർവേകളും ഏതാണ്ട് 66 മുതൽ 71 സീറ്റുകൾ വരെ BJPക്ക് ലഭിക്കും എന്നാണ് പ്രവചിക്കുന്നത്. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ മുഴുവനായും കേന്ദ്രീകരിച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയിലാണ്, അഖിലേഷ് യാദവിലാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്നുള്ളതല്ല, കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റതിന് തൊട്ടു പിന്നാലെ മുതൽ അഖിലേഷ് യാദവ് ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചിരുന്നു. പാർട്ടിയുടെ നേതൃനിരയെ പിരിച്ചുവിട്ടുകൊണ്ട് പുനഃസംഘടിപ്പിക്കുന്നതും ഗ്രൗണ്ടിൽ ഇറങ്ങി പ്രവർത്തിക്കാൻ കഴിയുന്ന ആളുകളെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ പ്രചരണ ഘട്ടങ്ങളിലെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണ്. അതായത് രാഹുൽ ഗാന്ധിയും അഖിലേഷ് യാദവും പങ്കെടുക്കുന്ന പരിപാടികളിലുള്ള പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള ആൾക്കൂട്ടം, ഈ പ്രവർത്തകരെ കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഗ്രൗണ്ടുകൾ തിങ്ങി നിറഞ്ഞതും പരിപാടികൾ മാറ്റിവെക്കുന്നതും റായ്ബറേലിയിലെ റാലിയിലുള്ള പങ്കാളിത്തം പോലും അതിൽ 50%-ഓളം സമാജ്വാദികളായിരുന്നു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇത്തരത്തിൽ വലിയ ആവേശം സമാജ്വാദികൾക്കിടയിൽ ഈ തിരഞ്ഞെടുപ്പ് പ്രചരണം കൊണ്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 30ഓളം സീറ്റുകൾ സംസ്ഥാനത്ത് ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് ഇന്ത്യ സഖ്യം ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത്. അതിന് പിന്നിൽ ഈ BJPക്ക് ഉള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ കൂടി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന കണക്കുകൂട്ടലുമുണ്ട്. കാരണം നേരത്തെ കെജ്രിവാൾ ജയിലിൽ നിന്ന് ഇടക്കാല ജാമ്യത്തിൽ ഇറങ്ങിയപ്പോൾ ഉന്നയിച്ച ആരോപണം ഇനി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ ലക്ഷ്യം വെച്ചായിരിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം എന്നുള്ളതാണ്. ഈ ഒരു ഇത്തരത്തിലുള്ള ഒരു പ്രചരണം തന്നെയാണ് ഗ്രൗണ്ടിലും സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും നടത്തുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒപ്പം തന്നെ ഇവരുമായി സംസാരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ഒരു അണ്ടർ കറന്റ് ഉത്തർപ്രദേശിൽ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. അന്തർധാര ഉത്തർപ്രദേശിൽ പ്രവർത്തിക്കുമോ, അതെങ്ങനെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഉത്തർപ്രദേശ് പിടിക്കുന്നവർ രാജ്യം ഭരിക്കും എന്നതൊരു കീഴ്വഴക്കം പോലെ നമ്മൾ പരിചയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉത്തർപ്രദേശിൽ മേൽക്കൈ ആർക്കാണ് എന്നത് വളരെ ആകാംക്ഷയോടുകൂടി നമ്മളെല്ലാം കാത്തിരിക്കുന്നതാണ്. എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ തന്നെ BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും അവിടെ ഇന്ത്യ സഖ്യത്തിന് പ്രതീക്ഷ നഷ്ടപ്പെടാറായിട്ടില്ല. സമാജ്വാദി പാർട്ടി കോൺഗ്രസ് സഖ്യത്തിന് അവിടെ വേരോട്ടമുണ്ട് എന്ന് തന്നെയാണ് അവിടെ നിന്നുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. ബൽറാം നെടുങ്ങാടി ഞങ്ങളുടെ പ്രതിനിധി വിവരങ്ങൾ നൽകുകയാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.